നാഷണൽ എൻ.ജി.ഒ കോൺഫെഡറേഷന്റെ സാമ്പത്തിക സഹായത്തോടെ 50% സബ്സിഡിയിൽ 400 തയ്യൽ സംരംഭകർക്കും സംരംഭകർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പവർ മെഷീൻ, ഡബിൾ മെഷീൻ, ഇന്റർലോക്ക് മെഷീൻ, ഡീലക്സ് മെഷീൻ, മോട്ടോർ എന്നിവ പറവൂർ കെടാമംഗലം കവിത ഈവൻറ്സ് ഹബ്ബിൽ വച്ച് നടത്തിയ ചടങ്ങിൽ വിതരണം ചെയ്തു. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ. മധു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് സനിത റഹീം ഉദ്ഘാടനം നിർവഹിച്ചു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് പവർ മെഷീന്റെയും വാർഡ് കൗൺസിലർ ജയ ദേവാനന്ദൻ ഡബിൾ മെഷീന്റെയും കവിത ഗ്രൂപ്പ് MD KO വർഗീസ് സിംഗിൾ മെഷീന്റെയും വള്ളുവള്ളി കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഗസ്റ്റിൻ ഇന്റർലോക്ക് മെഷീന്റെയും റെഡ് ക്രോസ് സൊസൈറ്റി പറവൂർ താലൂക്ക് ബ്രാഞ്ച് ചെയർമാൻ വിദ്യാധര മേനോൻ മോട്ടോറിന്റെയും വിതരണോദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ എൻ.ജി.ഒ കോൺഫെഡറേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ KU രഞ്ജിത്ത്, പട്രാക്ക് പ്രസിഡന്റ് S. രാജൻ, അഡ്വക്കേറ്റ് മോഹൻകുമാർ, രാജി മേനോൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മേഖലയിലേക്ക് ഇറങ്ങാൻ സാധിക്കുക, ജോലിക്ക് പോകാൻ ബുദ്ധിമുള്ളവർക്ക് 2 വീലർ വഴി ജോലിക്ക് പോവുക. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് വരുന്നുണ്ട്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ, മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല വിവിധ മേഖലകളിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവരെ കണ്ടെത്തി അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ജനസേവന സമിതി എന്നുള്ള ഒരു ട്രസ്റ്റ് ഫോം ചെയ്തത്. അതിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, പാലിയേറ്റീവ് കെയർ, സീനിയർ സിറ്റിസൺസ് ക്ലബ്ബ്, ഇങ്ങനെയുള്ള സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലവരായിട്ടുള്ള ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയാണിത്. ഇടുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന ദിവസത്തിന് ശേഷം എന്ന്. ഇത് ആളുകളൊന്ന് അഡ്വാൻസ് ചെയ്ത് നോക്കിയതാണ്. ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് തന്നെ കിട്ടി. ബ്രോഷർ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അതിനിടെയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്തൊരു അഡീഷണൽ ഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് 4ാം ഘട്ടം അഡീഷണൽ ആണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും എന്താണോ പൊതുജീവിതം കൊണ്ട് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് ലക്ഷ്യമിടുന്നത്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇത്തരം സംഘടനകളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വെളിവാകുന്നത്. സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നമുക്ക് സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നമുക്കൊരു വേദി അല്ലെങ്കിൽ ആ ഉൽപ്പന്നം വിറ്റഴിക്കാനായിട്ട് നമുക്ക് കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ തയ്യൽ മെഷീൻ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓരോ ദിവസവും ഇതിന്റെ ഫോളോപ്പിംഗ് അവർ പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം തുടങ്ങി ഇവിടെ തയ്യൽ മെഷീനുകളൊക്കെ അടിക്കാൻ തുടങ്ങി, അസംബ്ലി ചെയ്യാൻ തുടങ്ങി. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.